അമ്മയിൽ നിന്നും പല കാര്യങ്ങൾ ലൊക്കേഷൻ കാര്യങ്ങൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്, ഒത്തിരി പോയിട്ടുണ്ടല്ലേ. ഇപ്പോഴുള്ള യാത്രയിൽ ഈ പറഞ്ഞ അമ്മ അന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഓർക്കാറില്ലേ? ഒരു ലൊക്കേഷൻ പോകുമ്പോൾ ഇങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഈ ആക്ടറിന്റെ സാധനം ഞാൻ നിദ്ര ചെയ്യുന്ന സമയത്ത് അമ്മ അഭിനയിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു ടേക്ക് കഴിഞ്ഞിട്ട് ഒരു പെർഫോമിങ് ടേക്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയാണ് ഇത് എൻ്റെ അടുത്ത് ആദ്യം പറയണം. യു ഡു ഹൗ മെനി റിഹേഴ്സൽസ് യു വോണ്ട്, ഐ വിൽ കം ആൻഡ് ഡു ഇറ്റ്, ബട്ട് ഡു ടേക്ക് 1-2 ചെയ്യാൻ പാടില്ല. അതിൻ്റെ മുകളിൽ ചെയ്യില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ വന്നത് വീണ്ടും വരണം എന്നില്ല. സോ ഡോണ്ട് ഡു ദാറ്റ് എന്നുള്ളതിൻ്റെ ഒരു സാധനം. അത് ഞാൻ ഇന്ന് വരിക്കും ഞാൻ ചെയ്യുന്ന സിനിമകളിൽ അത്തരം റിഹേഴ്സൽസ് എല്ലാവർക്കും, ഇൻക്ലൂഡിങ് ദ ഫോക്കസ് പുള്ളർ, ഐ ഗിവ് എം എ റിഹേഴ്സൽ ഓഫ് വെയർ മൈ ആർട്ടിസ്റ്റ് കംസ് ആൻഡ് സ്റ്റാൻഡ്സ് ആൻഡ് ഓൾ. കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ടേക്കിലേക്ക് പോവുക. ആൻഡ് ഒബ്വിയസ്ലി എനിക്ക് 2 ടേക്കിൻ്റെ മുകളിൽ പോകാറുമില്ല. ആൻഡ് ഈവൻ ആസ് എൻ ആക്ടർ വെൻ ഐ എം ഗോയിങ് ദർ ഐ വിൽ ട്രൈ ആൻഡ് പുഷ് ഇറ്റ്. റിഹേഴ്സൽ ചെയ്ത് മനസ്സിലാക്കി. അത് മമ്മൂക്കയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ആ റിഹേഴ്സൽസിൻ്റെ വാല്യൂം, ഹൗ ഹീസ് ഡൂയിങ് ഇറ്റ് എന്നുള്ളത് മനസ്സിലാവും. സോ ഐ സ്റ്റിൽ ഫോളോ ദാറ്റ്. കൃത്യമാണ്. അന്നത്തെ ഓർമ്മയിൽ നിന്നും അന്നൊന്ന് പറഞ്ഞു തന്നുകൊണ്ടാണ് നമുക്ക് ചെയ്യാനും പറ്റും. നമ്മൾക്കത് തിരിച്ചറിഞ്ഞത് തന്നെ. നമ്മൾ മേ ബി അത് ആലോചിക്കുക പോലും ഇല്ല അതിൻ്റെ കാര്യം. അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞു തന്നപ്പോൾ നമ്മളത് തിരിച്ചറിഞ്ഞു. ദെൻ വി സ്റ്റാർട്ടഡ് ഫോളോയിങ് ഇറ്റ്. 2011 കണ്ട് പറഞ്ഞത്, 15 കൊല്ലമായിട്ട് ഫോളോ ചെയ്യുന്നു. അന്ന് 2010 അമ്മ പറഞ്ഞു അത് ഇപ്പോഴും ഫോളോ ചെയ്യുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും എളുപ്പമാവുന്ന ഒരു സംഭവമാണ്. ആ ഗ്രൂപ്പിൽ ഉണ്ടായ എല്ലാ ആക്ടേഴ്സും, മമ്മൂക്ക, ലാലേട്ടൻ, മുകേഷ് ഏട്ടൻ, എവ്രിബഡി